കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബു മരിച്ചിട്ട് ഇന്ന് ഒരു മാസം തികയുന്നു. കേസ് അന്വേഷണം പ്രത്യേക സംഘം ഏറ്റെടുത്തെങ്കിലും ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയാണ്. അന്വേഷണം ഇഴയുന്നുവെന്നും കുടുംബത്തിന് പരാതിയുണ്ട്. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ മൊഴി ഇന്നലെയാണ് പ്രത്യേക അന്വേഷണ സംഘം മലയാലപ്പുഴയിലെത്തി രേഖപ്പെടുത്തിയത്. കണ്ണൂരിൽ അദ്ദേഹം നടത്തിയതുപോലെ ആയിരിക്കരുത് അദ്ദേഹം പോകുന്ന സ്ഥലത്ത് നടത്തേണ്ടത്. കാരണം ഇതുപോലെ ആയിരിക്കരുത് അദ്ദേഹം അവിടെ നടത്തേണ്ടത്. കഴിഞ്ഞ ഒക്ടോബർ 14 കണ്ണൂർ കളക്ടറേറ്റിൽ നടന്ന ADM നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് യോഗത്തിൽ ക്ഷണിക്കാതെ എത്തിയ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ PP ദിവ്യ നടത്തിയ വിവാദ പ്രസംഗത്തിന് പിന്നാലെ ഒക്ടോബർ 15 രാവിലെ നവീൻ ബാബുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. PP ദിവ്യക്കെതിരെ ജനരോഷമിരമ്പി. ദിവ്യയെ തള്ളി CPM പത്തനംതിട്ട ജില്ലാ നേതൃത്വം രംഗത്തെത്തി. PP ദിവ്യക്കെതിരെ ഉടൻ നടപടി വേണ്ടെന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് പാർട്ടിയിൽ ഭിന്നതയുണ്ടാക്കി. നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബുവിന്റെ പരാതിയിൽ PP ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തു. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ദിവ്യയെ മാറ്റി. എന്നാൽ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് രേഖപ്പെടുത്താനോ പോലീസ് ആദ്യം തയ്യാറായില്ല. PP ദിവ്യ ഒളിവിൽ പോയി. കളക്ടർ ക്ഷണിച്ചതിനാലാണ് താനെത്തിയതെന്ന് ജാമ്യാപേക്ഷയിൽ ദിവ്യ വ്യക്തമാക്കി. PP ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ദിവ്യയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യാത്രയയപ്പ് യോഗത്തിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കണമെന്ന് ദിവ്യ കളക്ടറോട് ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് വ്യക്തമായി. പാർട്ടിക്ക് നൽകിയ വിശദീകരണം പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ദിവ്യയെ ഇരിണാവ് ബ്രാഞ്ചിലേക്ക് തരംതാഴ്ത്താൻ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുന്നു. നവീൻ ബാബു വിടവാങ്ങിയിട്ട് ഒരു മാസം പിന്നിടുമ്പോൾ PP ദിവ്യ ജാമ്യത്തിലാണ്. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഇപ്പോഴും അവശേഷിക്കുന്നു. അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ CBI അന്വേഷണം ആവശ്യപ്പെടാനാണ് കുടുംബത്തിന്റെ നീക്കം. റിസർച്ച് ഡെസ്ക് 24.